മറ്റു വാർത്തകൾ നോക്കാം. കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ച എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ 9 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറും ബന്ധുക്കളും നടത്തിയ ചർച്ചയാണ് സമവായമായത്. ചർച്ച തൃപ്തികരമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, ഇന്ന് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്ന് ആരംഭിക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഞാനിപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയുടെ പരിസരത്ത് തുടരുകയാണ്. ഇവിടെയാണ് കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ച എബ്രഹാമിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ശേഷം 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. 3 മണിക്ക് കക്കയത്തെ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ഇതിൽ പ്രധാനമായ കാര്യം, ഇന്നലെ അടക്കം നീണ്ട മണിക്കൂറുകളായി അനിശ്ചിതത്വം തുടരുകയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ബന്ധുക്കൾ മുന്നോട്ട് വെച്ച കുറച്ച് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ശേഷം 3 ഘട്ടങ്ങളായി നടന്ന ചർച്ചയിലാണ് ഇതിനൊരു സമവായമുണ്ടാകുന്നത്. നമ്മുടെ കൂടെ മരിച്ച എബ്രഹാമിന്റെ ബന്ധുക്കൾ തന്നെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ അഭിപ്രായം എന്ന് ചോദിക്കാം. ചർച്ച തൃപ്തികരമാണോ? തൃപ്തികരമാണ്. നമ്മൾ 4 ഡിമാൻഡുകളാണ് മെയിനായിട്ട് വെച്ചത്. അതിൽ ഒന്ന് നേരത്തെ തീരുമാനമായിരുന്നു, കോമ്പൻസേഷൻ. പിന്നെ ഫെൻസിംഗ് പ്രവർത്തനം ഇന്ന് രാവിലെ ആരംഭിക്കുന്ന കളക്ടർ ഉറപ്പ് തന്നത്. അതുപോലെ അടുത്ത ഡിമാൻഡ് വെടിവെച്ചു കൊല്ലുക എന്നുള്ളത്, ആ കാര്യവും ഷൂട്ട് ചെയ്യാൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച 4 കാര്യങ്ങളിൽ 3 ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ആസത്തിന്റെ ജോലിക്കാര്യം അത് കളക്ടർ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻക്വസ്റ്റ് 8 മണിക്ക് തുടങ്ങും. കോളേജ് സ്റ്റേഷനിൽ പോലീസ് എത്തിയ ഉടനെ ഞങ്ങൾ 3 മണിക്കാണ് കക്കയം ഭവനത്തിൽ ബോഡി എത്തുക. അതിനുശേഷം 4 മണിക്ക് കക്കയം പാരിഷ് ഹാളിൽ പൊതുദർശനം, 5 മണിയോടുകൂടി കക്കയത്തെ പള്ളി സമത്തിൽ സംസ്കരിക്കും. ആതിര, ഇത് തന്നെയാണ് കുറച്ച് ആവശ്യങ്ങൾ ഇന്നലെ തന്നെ ബന്ധുക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും കുടുംബത്തിന് അതിദരിദ്ര കുടുംബമാണ്. അതുകൊണ്ട് കുടുംബത്തിന് 50 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകണം. കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി. മാത്രമല്ല, ഈ കക്കയമ്പുള്ള ഭാഗത്ത് ഈ കാട്ടുപോത്തിന്റെയും ആനയുടെയും അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം ഗുരുതരം. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു ഉത്തരവുണ്ടാകണം എന്നൊക്കെയായിരുന്നു ഈ ബന്ധുക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യം അംഗീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇന്നലെ അവസാനഘട്ട ചർച്ചയിൽ ജില്ലാ കളക്ടറുമായി നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു. അതിൽ പ്രധാനമായും 50 ലക്ഷം രൂപയും സർക്കാർ ജോലിയും എന്നുള്ള കാര്യം കളക്ടർ സർക്കാരിനോട് ഒരു ശുപാർശ നൽകും. മാത്രമല്ല 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറും എന്നിവയൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തീരുമാനങ്ങൾ. അതിൽ ബന്ധുക്കൾ തൃപ്തരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 12 മണിയോടുകൂടി തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര. മേഘ്ന, അതുപോലെ തന്നെ ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? ആതിര, ഇന്നലെ രാവിലെ മുതൽ അനിശ്ചിതത്വത്തിന്റെ മണിക്കൂറുകളായിരുന്നു. അതായത് ഈ ബന്ധുക്കളുടെ ഉറച്ച നിലപാടെന്ന് പറയുന്നത് ഈ ആവശ്യം അംഗീകരിക്കാതെ ഇൻക്വസ്റ്റ് നടപടിക്ക് അനുമതി നൽകില്ല എന്നുള്ള നിലപാടിലായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നത്. ശേഷം ഇന്നലെ രാത്രി വൈകി എം കെ രാഘവൻ എംപിയും ജില്ലാ കളക്ടറും ബന്ധുക്കളും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഒരു സമവായം ഉണ്ടാകുന്നത്. ഈ ചർച്ചയിൽ ബന്ധുക്കൾ തൃപ്തരാണ്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ ജന്മനാടായിട്ടുള്ള കക്കയത്തേക്ക് കൊണ്ടുപോകും. 3 മണിക്ക് കക്കയം പള്ളിയിലാണ് സംസ്കാരം നിശ്ചയിച്ചത്. വ്യക്തമാണ് മേഘ്ന. കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ച എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ 9 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറും ബന്ധുക്കളും നടത്തിയ ചർച്ചയാണ് സമവായമായത്. ചർച്ച തൃപ്തികരമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മേഘ്ന മുരളി.